ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? What they really want to tell you right now. Okay. അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലോ, അതുമല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ആയിരിക്കാം, കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം, എന്തോ നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഈ വ്യക്തി അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർ അങ്ങനെ ഒരു ചിന്തയിൽ പോയതിന് ശേഷം അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഇനി ഒരിക്കലും അവർ നിങ്ങളെ വിട്ട് പോകില്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ ചില കാര്യങ്ങളിലുള്ള വ്യത്യാസം, അതായത് അവർക്ക് കുറച്ച് ഈഗോ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവണം. അതായത് നിങ്ങളെക്കാളും ഒരു പടി ചെറുതാണ് അവർ എന്നുള്ളൊരു തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവണം. കുറച്ച് പേർക്കെങ്കിലും അങ്ങനൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ ഒരു എനർജി വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർ ഇനി പറയുന്നത് ഇനി ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അവർ നിങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ തയ്യാറല്ല എന്ന്. നിങ്ങൾ അറിയാത്തതായിട്ടുള്ള കുറേ അധികം രഹസ്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. അതെല്ലാം തന്നെ നിങ്ങളോട് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ഡിസ്റ്റൻസിലാണ് എങ്കിൽ പോലും നിങ്ങളിൽ പലരും ഇപ്പോൾ പേഴ്സണുമായിട്ട് ഡിസ്റ്റൻസിലായിരിക്കാം, കുറച്ച് പേർക്കാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം. പക്ഷെ ആ ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം ഇപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സോൾ ടൈ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവർ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല പല കാര്യങ്ങളും. അവരുടെ ഉള്ളിലെ പ്രണയം എത്രത്തോളം ഡീപ്പായിരുന്നു എന്നൊന്നും അവർ ഒരിക്കൽ പോലും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അത് അവരിൽ നിന്ന് ഉണ്ടായൊരു മിസ്റ്റേക്കാണ് എന്നുള്ളത്. ഓക്കെ, കുറച്ചുകൂടി അവരെ ബെറ്ററായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതായിരുന്നു അവരാരാണ് എന്താണെന്നൊക്കെ. ഓക്കെ, അതുപോലെ അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിലുണ്ട്. ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടാണ് കുറച്ച് പേർക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി അവരുടെ ലൈഫുമായിട്ട് ഉള്ള കമ്മിറ്റ്മെൻറ്റ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുമല്ലെങ്കിൽ സാധാ രീതിയിലുള്ള റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ അവരുടെ ഫാമിലിയിൽ എന്തോ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെല്ലാം തന്നെ അവർ നിങ്ങളോട് സോറി പറയുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ചില പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ അവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. അത് മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് അറിയില്ല. അങ്ങനെയുള്ളൊരു ഹാബിറ്റ് ഈ വ്യക്തിയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില ക്യാരക്ടേഴ്സ് ഈ വ്യക്തിയിൽ ഉണ്ടാവണം. അതൊക്കെ മാറ്റാനായിട്ട് വളരെയധികം അവർ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആ ഒരു എനർജിയിലാണ് നിങ്ങളും അവരുമായിട്ടുള്ള സെപ്പറേഷൻ പോലും ഉണ്ടായിട്ടുള്ളതെന്നും കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേരുടെ കാര്യങ്ങളാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇതൊരു കണക്ഷനായിട്ട് വരാത്തത്. ഓക്കെ, അവർ പറയുന്നത് അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ കഴിയുന്നില്ല. അവർ മറ്റ് ഒരു പേഴ്സണിലേക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്കോ മൂവ് ചെയ്താൽ പോലും നിങ്ങളോളം അവരെ സങ്കല്പിക്കാൻ, അല്ല ആ നിങ്ങളുടെ സ്ഥാനത്ത് അവരെ സങ്കല്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ പറയുന്നത്. ആൻഡ് നിങ്ങൾ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഡിസ്റ്റൻസിന് സാധിക്കില്ല, ഒരു പ്രശ്നങ്ങൾക്ക് സാധിക്കില്ല.
ഒരു തേർഡ് പാർട്ടി എനർജിക്കും സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങളെ അവർക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഡൗട്ട് ഉണ്ട്. അവർ അതിൽ ഭയപ്പെടുകയാണ്. കാരണം ഒത്തിരി നാളായിട്ടുണ്ടാവണം അവരായിട്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ട്, അതുകൊണ്ട് സമയമൊക്കെ കടന്നു പോയി എന്നുള്ളൊരു പേടിയിലാണ് ആ വ്യക്തി ഉള്ളത്. നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെയുള്ള ഫീലിങ്സാണ് കൊണ്ടുവരുന്നത്. അവരിപ്പോൾ ഒരുപാട് സെൽഫ് ലവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്കിപ്പോഴും നിങ്ങളിലൊരു പ്രതീക്ഷയുണ്ട്. ഈ റിലേഷൻഷിപ്പ് തിരിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് അവരായിട്ട് തന്നെയാണ് അവർക്ക് കിട്ടിയ നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ കാരണം അവർ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ആൻഡ് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ജീവിത പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലൈഫിൽ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെപ്പറേഷൻ അവരെ പ്രാപ്തരാക്കി എന്നുള്ളതാണ്. അവർക്ക് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഇൻസൈഡ് ജോക്സൊക്കെ വീണ്ടും ലൈഫിൽ റിപ്പീറ്റ് ചെയ്യണം, വീണ്ടും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ബന്ധം അവർക്ക് സഹായകമായി എന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അവരുടെ മിസ്റ്റേക്കുകൾ സ്വയം കണ്ടെത്താനായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു. ഓക്കെ, ഒരു കാര്യം അവരിൽ ഒരുപാട് പശ്ചാത്താപം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു റിസൾട്ട് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സെപ്പറേഷൻ കാരണം അവരെത്രത്തോളം ഒരു ഹൃദയം തകർന്ന അവസ്ഥയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസൊണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.